കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ആദിത്യൻ എന്നൊരു മിടുക്കൻ പയ്യനുണ്ടായിരുന്നു. പഠിക്കാൻ അവൻ അതിസമർത്ഥനായിരുന്നു. പക്ഷേ അവന്റെ അച്ഛന് പെട്ടെന്ന് അസുഖം വന്നപ്പോൾ ആ കുടുംബത്തിന്റെ സന്തോഷമെല്ലാം മാഞ്ഞുപോയി. അച്ഛന്റെ ചികിത്സയ്ക്കും വീട്ടുചെലവുകൾക്കും പണം കണ്ടെത്താൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. അമ്മയുടെ കണ്ണുകളിലെ വിഷമം കണ്ടപ്പോൾ ആദിത്യന്റെ മനസ്സ് വേദനിച്ചു. എനിക്കെന്തെങ്കിലും ചെയ്യണം, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അമ്മേ, ഞാൻ ഗൾഫിൽ പോയി ജോലി ചെയ്യട്ടെ? അവൻ ചോദിച്ചു. അമ്മയും അച്ഛനും ആദ്യം എതിർത്തു. നീ പഠിക്കേണ്ട കുട്ടിയാണ്, അവർ പറഞ്ഞു. പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ സമ്മതിച്ചു. യാത്ര പുറപ്പെടുന്നതിനു മുൻപ് അച്ഛൻ അവനൊരു പഴയ നോട്ടുപുസ്തകം കൊടുത്തു. ഇത് നിനക്ക് വഴികാട്ടിയാകും, അച്ഛൻ പറഞ്ഞു. വിമാനം ദുബായിലെത്തി. ആദിത്യൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു നഗരം കാണുന്നത്. ഉയരം കൂടിയ കെട്ടിടങ്ങളും തിരക്കേറിയ റോഡുകളും അവനെ അത്ഭുതപ്പെടുത്തി. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു ചെറിയ പേടി തോന്നി. ഒരു ചെറിയ പലചരക്ക് കടയിലായിരുന്നു ആദിത്യന് ജോലി കിട്ടിയത്. കട തൂത്തുവാരുക, സാധനങ്ങൾ അടുക്കി വെക്കുക, സാധനങ്ങൾ എടുത്തു കൊടുക്കുക. അവൻ എല്ലാ ജോലിയും ഉത്സാഹത്തോടെ ചെയ്തു. കടയുടമയായ മിസ്റ്റർ അലി അവന്റെ കഠിനാധ്വാനം ശ്രദ്ധിച്ചു. ചില രാത്രികളിൽ ആദിത്യൻ വീട്ടുകാരെ ഓർത്ത് സങ്കടപ്പെട്ടു. അപ്പോൾ അവൻ അച്ഛൻ കൊടുത്ത നോട്ടുപുസ്തകം തുറന്നു നോക്കും. അതിൽ അച്ഛൻ എഴുതിയ പഴയ കവിതകളും വരച്ച ചിത്രങ്ങളുമായിരുന്നു. അത് കണ്ടപ്പോൾ അവന് വലിയ ധൈര്യം തോന്നി. ഒരു ദിവസം ഒരു ഉപഭോക്താവ് സാധനങ്ങൾ വാങ്ങിപ്പോയപ്പോൾ പേഴ്സ് മേശപ്പുറത്ത് വെച്ച് മറന്നു. ആദിത്യൻ അത് കണ്ടു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ ആ പേഴ്സ് മിസ്റ്റർ അലിയെ ഏൽപ്പിച്ചു. നിന്റെ സത്യസന്ധത എന്നെ അത്ഭുതപ്പെടുത്തി ആദിത്യൻ, മിസ്റ്റർ അലി പറഞ്ഞു. ഇനി മുതൽ നിനക്ക് കൂടുതൽ ശമ്പളം തരാം. പിന്നെ നിന്റെ പഠിപ്പ് മുടക്കണ്ട. വൈകുന്നേരങ്ങളിൽ ക്ലാസുകൾക്ക് പോകാൻ ഞാൻ സഹായിക്കാം. ആദിത്യൻ സന്തോഷത്തോടെ വൈകുന്നേരങ്ങളിൽ ക്ലാസുകൾക്ക് പോകാൻ തുടങ്ങി. പഠനവും ജോലിയും ഒരുമിച്ചു കൊണ്ടുപോയി. അച്ഛൻ കൊടുത്ത നോട്ടുപുസ്തകത്തിൽ അവൻ പുതിയ വാക്കുകളും കണക്കുകളും എഴുതിവെച്ചു. വീട്ടിലേക്ക് പണമയച്ചു. അച്ഛന്റെ അസുഖം പതുക്കെ ഭേദമായി. വർഷങ്ങൾ കടന്നുപോയി. ആദിത്യൻ ഒരു നല്ല വിദ്യാർത്ഥിയും ഉത്തരവാദിത്തമുള്ള ജോലിക്കാരനുമായി മാറി. കഠിനാധ്വാനവും സത്യസന്ധതയും സ്നേഹവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തുകൾ എന്നവൻ മനസ്സിലാക്കി.